ഇന്റർസ്റ്റെല്ലാർ സിനിമയിൽ സമയം ഒരു പ്രധാന വിഷയമാണ്. ഓരോ ഗ്രഹത്തിലും സമയം വ്യത്യസ്തമായി കടന്നുപോകുന്നു. ഗുരുത്വാകർഷണം സമയത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. ബ്ലാക്ക് ഹോളിന് അടുത്തുള്ള ഗ്രഹങ്ങളിൽ സമയം വളരെ സാവധാനത്തിലാണ് കടന്നുപോകുന്നത്. ഈ ആശയങ്ങൾ സിനിമയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഭൂമിയിൽ മർഫി പ്രൊഫസർ ബ്രാൻഡിന്റെ പഠനങ്ങൾ പിന്തുടരുന്നു. മർഫി കൂപ്പർ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കണ്ടുപിടുത്തം നടത്തുന്നു. ഈ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് സഹായിക്കുന്നു. മർഫിയും കൂപ്പറും തമ്മിലുള്ള ബന്ധം സിനിമയുടെ പ്രധാന ഭാഗമാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ കൂപ്പർ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കൂപ്പർ 5ാമത്തെ ഡൈമെൻഷനിലെത്തുന്നു. അവിടെ നിന്ന് കൂപ്പർ മർഫിക്ക് വിവരങ്ങൾ കൈമാറുന്നു. മർഫി ഈ വിവരങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരാശിയെ രക്ഷിക്കുന്നു. കൂപ്പർ അമീലിയെ കണ്ടെത്താൻ യാത്ര തുടരുന്നു. സിനിമയുടെ അവസാനം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. ഇന്റർസ്റ്റെല്ലാർ ഒരു സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമയല്ല. ശാസ്ത്രീയമായ കൃത്യതയും വൈകാരികമായ ആഴവും ഒത്തിണങ്ങിയ സിനിമയാണിത്. സിനിമയിലെ വിഷ്വൽ ഇഫക്റ്റുകൾ വളരെ മികച്ചതാണ്. ഹാൻസ് സിമ്മറിന്റെ സംഗീതം സിനിമയ്ക്ക് കൂടുതൽ മികവ് നൽകുന്നു. മാത്യു മക്കോനഹി, ആൻ ഹാത്വേ, ജെസിക്ക ചാസ്റ്റെയിൻ, മൈക്കിൾ കെയ്ൻ എന്നിവരുടെ അഭിനയം വളരെ മികച്ചതാണ്. ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇന്റർസ്റ്റെല്ലാർ സിനിമ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ചും സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.